പൊതുവെ സൈലന്റ് ആണ്. വൈലന്റ് ആവുന്ന വെച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് നമ്മളെ എന്റെ ഫ്രണ്ടിനെ വിളിച്ചോട്ടെ. കാരണം ഇന്നലെ അവൻ കണ്ടായിരുന്നു സൈലന്റ് ആയിരിക്കും. സത്യം പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്നതല്ലേ എനിക്ക് താല്പര്യം. ഇവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ഇവളൊന്നും ഫുഡ് മേടിക്കുക, ഇത് മേടിക്കുക. ഇന്നലെ ഷവർമ ഓഫർ ചെയ്തതുകൊണ്ട് അത് പിണങ്ങിയിരുന്നില്ല. ചക്രവാത്തിലെ നായികയായിട്ടായിരുന്നു ക്യാരക്ടർ ചെയ്തത്. പട്ടുസാരിയിലെ വില്ലത്തിയായിരുന്നു. സ്നേഹക്കൂടും വില്ലത്തിയായിരുന്നു. വില്ലത്തി കയ്യിൽ നിന്നിട്ട് പെർഫോം ചെയ്യുന്ന പറഞ്ഞാൽ മറ്റേ ക്യാരക്ടർ അങ്ങനെ അല്ലാന്നല്ല. എനിക്ക് കുറച്ചും കൂടെ കംഫർട്ട്, കുറച്ചും കൂടെ നമ്മുടെ ആക്ടിങ് ലെവൽ കുറച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ അമൃത അഭിനയിച്ച 6 സീരിയലിന്റെ പേര് പെട്ടെന്ന് പറഞ്ഞേ. ഫോട്ടോഗ്രാഫ്, പാടാത്ത വൈകിളി, പട്ടുസാരി. ബ്രേക്ക്ഫാസ്റ്റിന് വിഭവം പുട്ടാണെങ്കിൽ പ്രശാന്ത് ചൂസ് ചെയ്യുന്ന കറി എന്തായിരിക്കും? പുട്ട് കഴിക്കത്തില്ല. ഈ കുപ്പി മേടിച്ചു കൊടുക്കാൻ ഞാൻ ബാറിൽ പോയി നിന്ന് കുപ്പി മേടിച്ച് ബിവറേജ് പോയി ആൾക്കാരെ കാണുമ്പോഴേക്കും ഞാൻ മദ്യപിക്കുമെന്ന് വിചാരിക്കും. മദ്യപിക്കത്തില്ല. ചേട്ടൻ കുടിക്കില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി. നിങ്ങൾ 2 പേരിൽ ആരായിരിക്കും ബിഗ് ബോസ് പോലൊരു ഷോയ്ക്ക് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ആള്? രണ്ടുപേരും പോകില്ല, ചേട്ടനെ ഞാൻ വിടത്തൂല. കൃഷ്ണന്റെ അടുത്ത് എല്ലാ രാധന്മാരും ഉണ്ട്. വീട്ടിൽ കാണിക്കുന്നവരെ വീട്ടിൽ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ചെറിയ കാര്യങ്ങൾക്കൊക്കെ വഴക്കിടും, അത്രയൊക്കെ ഉള്ളൂ. വഴക്കും പരാതിയും പരവും ഒക്കെ ഉണ്ട് എപ്പോഴും. ഇത് പറയുമ്പോഴത്തേക്ക് നമ്മള് 5 മിനിറ്റ് എന്താ എന്റെ കൂടെ സ്പെൻഡ് ചെയ്യാത്ത, ഞാൻ 5 മിനിറ്റ് സ്പെൻഡ് ചെയ്ത്. യമുനയാற்றிലെ ഈരക്കാற்றிലെ കണ്ണനോട് താനാട് பார்வை பார்த்திட பாதை பூத்திட எங்கும் எங்குமே தேட. സുന്ദരി നീയും സുന്ദരും ഞാനും ഇന്നത്തെ എപ്പിസോഡിലേക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കണ്ടല്ലോ എന്റെ കൂടെയുള്ള സുന്ദരി ആരാ, സുന്ദരൻ ആരാന്ന്. അപ്പൊ അതിനു മുമ്പേ നമുക്ക് ഈ സുന്ദരിയുടെയും സുന്ദരന്റെയും എന്താ പറയാ പ്രശാന്തും അമൃതയും ഇവരുടെ വിശേഷങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പേ അറിയേണ്ട ഒരു കാര്യം, ഇങ്ങനെ അപ്പോസ് ഇരുന്ന് തിരുവനന്തപുരത്തേക്ക് എന്തെങ്കിലും ഷൂട്ട് എന്ന് വിചാരിക്കുമ്പോഴോ അല്ലെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവര് വിളിക്കാനായിട്ട് ട്രൈ ചെയ്യും, വിളിച്ചുകൊണ്ടിരിക്കും. എപ്പോ വിളിച്ചാലും ഞങ്ങൾക്ക് കേൾക്കുന്ന ഒരേ ഒരു പല്ലവി, പ്രശാന്തിനെ വിളിച്ചാൽ പറയും അയ്യോ എനിക്ക് ഡേറ്റില്ല. അമൃത വിളിക്കുമ്പോ പക്ഷെ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന നിങ്ങളുടെ ചാനല് നിങ്ങൾ എവിടുന്ന് എങ്ങനെ സമയം കണ്ടെടുത്തി നിങ്ങൾ പിന്നെ അപ്പൊ എന്റെ ചേച്ചി ഞാൻ എപ്പോ വിളിച്ചാലും അവർ ഒരുമിച്ചില്ലെന്നാ പറയണേ. പിന്നെ എങ്ങനെ ഇവര് സമയം കണ്ടെത്തി നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിട്ട് ഷൂട്ട് ചെയ്യണം? അപ്പൊ ആദ്യം അറിയേണ്ടത് അതാ. അവര് ഇതുപോലെ വിളിച്ചിട്ട് നമ്മളെ കൊണ്ട് ഒരു ദിവസത്തേക്ക് ഒരു 5 എപ്പിസോഡൊക്കെ ചെയ്യിക്കും. അങ്ങനെയാണ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് ഷൂട്ടില്ല. ആക്ച്വലി നമ്മൾ യൂട്യൂബ് ചാനൽ ഇപ്പൊ റൺ ചെയ്യുന്നില്ല. നിർത്തില്ല. ഇടയ്ക്ക് എന്തെങ്കിലും ഷോർട്ട് വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം സമയമില്ല. അപ്പൂസിന്റെ ആഗ്രഹം നടന്നു. ഇപ്പൊ ഞങ്ങൾക്ക് സമയമില്ല. ഇപ്പൊ നമുക്ക് ചെയ്യാൻ സമയമില്ല. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇതിനു വേണ്ടി സമയം കണ്ടെത്തുന്നില്ല. അതാണ് കാര്യം, മെയിൻ കാര്യം അതാണ്. അല്ല, നമ്മൾ വേറൊരു ടീമിനെ കൊണ്ടാണ് ചെയ്യിച്ചത്. പിന്നീട് ഞങ്ങൾ തന്നെ ചെയ്യുമായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ചെയ്യാൻ സമയമില്ലാത്ത പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ കറങ്ങി നടക്കണം, അങ്ങനത്തെ തിരക്കേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പോ കുറച്ച് കൊളാബൊക്കെ എടുക്കുന്നുണ്ട്. അതിനു വേണ്ടി മാത്രം ചിലപ്പോൾ ഉപയോഗിക്കും. ഇപ്പം ഒത്തിരി റിസോർട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാനായിട്ടൊക്കെ ഇങ്ങനെ കൊളാബൊക്കെ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും മാത്രം യൂട്യൂബ് ചാനൽ എടുക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എടുക്കും. ഇന്നിപ്പോ അമൃത നല്ല കുറിയൊക്കെ തൊട്ട് നല്ല രസമായിട്ട് അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞേ. ഇവര് വിളിച്ചാലോ ഫോൺ വിളിച്ചാൽ എടുക്കില്ല. ഫോൺ വിളിച്ചെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ എക്സ്ക്യൂസസ് പറയും. അപ്പൊ ഇവര് പറയും അയ്യോ എറണാകുളം വരാൻ ഞങ്ങൾക്ക് വരാൻ സമയമില്ല. ഇങ്ങനത്തെ ഓരോരോ എക്സ്ക്യൂസസ് ആണ് ഓരോ പ്രാവശ്യം. അതുകൊണ്ട് ഞങ്ങൾ ഇന്നിപ്പോ ഇവരുടെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് ഞങ്ങളുടെ ടീം ഫുൾ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോ നല്ല കുറിയൊക്കെ തൊട്ട് നല്ല ഐശ്വര്യമായിട്ട് ഇപ്പൊ അമ്പലത്തിലൊക്കെ പോയിട്ട് നിങ്ങൾ വന്നതല്ല, നല്ല സാരി കൊടുത്ത് ഇങ്ങനെ ചിരിച്ച മുഖത്തോടെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഈ അമൃതയാണോ സീരിയൽ അവിടെ ഷൂട്ട് എന്നൊക്കെ പറയുമ്പോ വില്ലത്തിയായിട്ട് ഇങ്ങനെ ആൾക്കാരുടെ മനസ്സൊക്കെ ഇങ്ങനെ കവർന്നെടുത്തിരിക്കണമെന്ന് തന്നെ എനിക്ക് സംശയം തോന്നുകയാണ്. വീട്ടിലും അങ്ങനെ തന്നെ നല്ല പാവമായിട്ടിരിക്കുന്നതാണ്. ഞാൻ പൊതുവെ സൈലന്റ് ആണ്. വീട്ടിലാണ് വൈലന്റ് ആവുന്നത്. വൈലന്റ് ആവുന്ന വെച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് നമ്മളെ എന്റെ ഫ്രണ്ടിനെ വിളിച്ചോട്ടെ. കാരണം ഇന്നലെ അവൻ കണ്ടായിരുന്നു സൈലന്റ് ആയിരിക്കും. ഞാൻ അവനെ വിളിച്ചോട്ടെ. അവൻ പോയി തിരിച്ച് വീട്ടിലോട്ട്. അവന്റെ വീട്ടിൽ പോയി പേടിച്ച് സൈലന്റ് ആയിട്ട്. ഇല്ല, ചില സമയത്തൊക്കെ ദേഷ്യപ്പെടും. അപ്പൊ ഞാൻ ഇപ്പൊ ഇറങ്ങി പോകും. ഞാൻ ഒന്നും കേൾക്കാത്ത രീതിയിലൊക്കെ ഇറങ്ങി പോകും. എല്ലാം ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കഷ്ടപ്പെട്ട് ഈ ദേഷ്യപ്പെടുന്നൊക്കെ വെറുതെ ആവില്ല അമൃത. ഓ പിന്നെ ഒരാള് മിണ്ടായിരുന്ന പിന്നെ മറ്റേ എത്ര പറഞ്ഞു പറ്റിയ കാര്യമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന
അങ്ങനെയല്ല, എനിക്ക് താല്പര്യം അതെന്റെ അവസ്ഥയാണ്, എനിക്ക് താല്പര്യമില്ല. അങ്ങനെ അമൃതേനെ ഇൻസൾട്ട് ചെയ്തു കേട്ടോ. സീരിയലിലേക്ക് അഭിനയിച്ച് കുറെ വില്ലത്തരൊക്കെ പഠിച്ച് വീട്ടിൽ വീട്ടില് നടക്കത്തില്ലേ. എപ്പോഴും ഇങ്ങനെ ഇവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ഇവളൊന്നും ഫുഡ് മേടിക്കുക, ഇത് മേടിക്കുക. ഇന്നലെ ഷവർമ ഓഫർ ചെയ്തത് കൊണ്ട് അത് പിണങ്ങിയിരുന്നില്ല. അപ്പൊ അത് ഇങ്ങനൊക്കെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മതി. കഴിക്കില്ല, വല്ലപ്പോഴും ആദ്യം കഴിച്ചോണ്ടിരുന്നത്, പിന്നീട് ഞാൻ അതങ്ങ് നിർത്തി. അപ്പം ഷവർമ മേടിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ പറയും ചേട്ടാ ചേട്ടന് മാത്രം മേടിച്ചത് എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പം ചേട്ടൻ എന്തെങ്കിലും ചെറിയൊരു പീസ് തരത്തേ ഉള്ളൂ. പക്ഷെ കഴിഞ്ഞ ദിവസം എന്തോ ഷവർമ എണ്ണ പുതിയ, അപ്പൊ ഞാൻ ചേട്ടൻ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു ഒരു ഷവർമ വാങ്ങിച്ചു തരും. നീ കഴിക്കില്ലെന്നല്ലേ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇന്ന് കഴിക്കാൻ തോന്നുന്നു, മേടിച്ചോണ്ട് വരാമെന്ന് ചോദിച്ചു. മേടിച്ചോണ്ട് വന്നു കഴിച്ചു. അങ്ങനെ ഫുഡിനോടൊരു ദേഷ്യം വരുമ്പോഴൊക്കെ ഫുഡിനോടൊരു താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലും ദേഷ്യം പിടിപ്പിക്കാതിരിക്കാൻ നോക്കും. കാരണം ഫുഡിനോട് താല്പര്യം കൂടി കഴിഞ്ഞാലേ ചിലപ്പോ ഷൂട്ട് കഴിഞ്ഞ ഒരു ദിവസം വന്നപ്പോഴത്തേക്കും അത് എനിക്കൊന്ന് അന്ന് നൈറ്റ് ഷൂട്ട് പോയ സമയത്താണ് വീട്ടിലോട്ട് വന്നപ്പോൾ എനിക്ക് വിശക്കുന്നു പറഞ്ഞു. നോക്കിയപ്പോ മണി 3 മണിയായി. ഞാൻ അവിടുന്ന് പിന്നെ നമ്മളിപ്പോ അന്ന് താമസിച്ചോണ്ടിരുന്ന തൃക്കണ്ണാപുരത്തായിരുന്നു. അവിടുന്ന് വണ്ടി എടുത്ത് പിന്നെ കഴക്കൂട്ടത്ത് വന്നാ ഫുഡ് മേടിച്ചു കൊടുത്ത്. ഇവിടെ പൊട്ടിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ വന്നിട്ട് പിന്നെ രാത്രി വന്ന് ഫുഡ് മേടിച്ചു കൊടുത്ത്. പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ആയോ എന്ന് പറഞ്ഞു തിരിച്ചു കൊണ്ടുപോകും. അങ്ങനൊക്കെ എന്റെ പരിപാടി. വിശപ്പെന്നല്ല, ഫുഡ് മേടിച്ചു കൊടുത്തിട്ട് നാളെ പരാതി എല്ലാം പറഞ്ഞു എന്തിനാ നമ്മള് ഇനി ആഹാരത്തിന് പേര് അവൻ മുഖത്ത് കേട്ടവൻ അവനൊക്കെ പ്രശ്നം നടക്കുന്ന കുറെ ഇതിലൊക്കെ ഭർത്താവ് ഫുഡ് ഭാര്യയ്ക്ക് ആഹാരം ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ള പരാതികളാണ് കൂടുതലും വന്നോണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, ഫുഡൊക്കെ മേടിച്ചു. അത് കൊടുത്താൽ മതി, നമ്മൾ അവർക്ക് ഫുഡ് മേടിച്ചു കൊടുത്താൽ ഓക്കെയാണ്. പിന്നെ ഒരു ബാക്കിയൊക്കെ ഓരോ ദിവസം ഓരോരോ വിഭവങ്ങൾ അങ്ങ് സമ്മാനിച്ചു കഴിഞ്ഞാൽ ദേവി പ്രസാദിക്കുകയായി. ചിക്കൻ വേണ്ടെന്ന് പറയാൻ ചേട്ടാ എനിക്ക് ചിക്കൻ ഒന്നും വേണ്ട, ചിക്കൻ എടുക്കും എന്നാ ഒരു ചെറിയ പീസ്. ഓക്കെ അങ്ങനെ ഒത്തിരി ഒന്നും കഴിക്കത്തില്ല ഞാൻ. ഒറ്റ കറി ഉണ്ടാക്കിയാൽ പോലും ഒറ്റ പീസേ കഴിക്കുള്ളൂ, ഒന്നിൽ കൂടുതൽ എടുക്കുന്നത്. ബാക്കിയൊക്കെ ഞാനാണോ എന്നെ കഴിക്കുന്നത്? 1 കിലോ കോഴിയൊക്കെ മേടിച്ചാൽ ബാക്കി ഞാനാണ് കഴിക്കുന്നത്. ചേട്ടനാ കഴിക്കുന്നത്. ഇപ്പൊ ഈ പ്രശാന്ത് ഇങ്ങനെ റിയാക്ട് ചെയ്തു. പ്രശാന്തിന്റെ ഒരു ബോഡി ലാംഗ്വേജ് കാണും എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ധ്യാനിനെയാ. കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് കേൾക്കുന്നത് ആണോ? അപ്പൊ എനിക്ക് മാത്രം തോന്നിയതല്ലേ. ഞാൻ കുറച്ചു നേരമായിട്ട് ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കൈ വെച്ചിരിക്കുന്നത് ഇപ്പൊ കൊണ്ടെടുത്തോണ്ടിരിക്കുന്നത്. അമ്പലത്തിൽ പോകാ ഞാൻ സാധാരണ അമ്പലത്തിൽ പോയിട്ട് മാത്രമേ. പക്ഷെ ഇന്നിപ്പോ എന്റെ മുന്നിൽ വന്നിരിക്കുമ്പോ ഞാൻ ധ്യാന്റെ അടുത്ത് സംസാരിക്കുകയാണോ പെട്ടെന്ന് ഒരു സെക്കൻഡ് പുള്ളിക്കാരനെ പോലെ വർക്ക് കിട്ടുന്ന ഒരാളാവട്ടെ ഞാൻ. പൈസ വന്ന് വർക്ക് അല്ല അതനുസരിച്ച് നല്ല തഗ് ഡയലോഗ്സ് പറയുന്നുണ്ട്. ഇത് വെളിയിൽ പറഞ്ഞു ചളിയാന്നൊക്കെ പറയും. ഞാനൊക്കെ തക്കടിക്കാറ് പോലും ഇല്ല. അതൊന്നല്ല, എന്ത് രസമാണ് കേൾക്കാൻ സംസാരം. ഓക്കെ ഞാൻ ചോദിക്കട്ടെ, കഴിച്ചായിരുന്നോ? ഇല്ല കഴിക്കാനുള്ള ബ്രേക്ക് എടുക്കട്ടെ. ഓക്കെ നിങ്ങളുടെ പ്രണയകഥയിലേക്ക് പോകുന്നതിന് ചോദിച്ചോട്ടെ. വില്ലത്തിയായിട്ട് ഇങ്ങനെ പ്രേക്ഷകരെയൊക്കെ ഭയങ്കരമായിട്ടും ഇങ്ങനെ മുൾമുനയിൽ നിർത്താറില്ലേ? വീട്ടില് ശരിക്കും ഈ വില്ലത്തരം കാണിക്കൂ? ഇല്ല, വീട്ടിൽ വില്ലത്തരം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. സീരിയലിൽ കാണിക്കുന്ന പോലെ വീട്ടിൽ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ചെറിയ കാര്യങ്ങൾക്കൊക്കെ വഴക്കിടും, അത്രയൊക്കെ ഉള്ളൂ. വഴക്കും പരാതിയും പരവും ഒക്കെ ഉണ്ട് എപ്പോഴും. നമ്മൾ കുറച്ചു നേരം വീട്ടിൽ നമുക്ക് നമ്മുടെ അവിടെ തിരക്കുകളൊക്കെ ഉണ്ട്. ഇത് പറയുമ്പോഴത്തേക്ക് 5 മിനിറ്റ് എന്താ എന്റെ കൂടെ സ്പെൻഡ് ചെയ്യാത്ത? അപ്പൊ ഞാൻ 5 മിനിറ്റ് അവിടെ പോയി സ്പെൻഡ് ചെയ്ത് പറഞ്ഞോളൂ, ബാക്കി പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് 5 മിനിറ്റ് ആയിട്ടു. പക്ഷെ ഇത് ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം എന്റെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ രാവിലെ എനിക്ക് അത്യാവശ്യമായിട്ട് അവിടെ പോകണമായിരുന്നു. ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ എന്നോട് ചോദിച്ചു അമൃത എന്ന് ചോദിച്ചു. ഞാൻ അമൃത വീട്ടിലുണ്ടെന്നേ. അവള് വീട്ടിലുണ്ടല്ലോ. അപ്പൊ അമ്മ പറഞ്ഞു വീട്ടിലുണ്ടോ അവള്? വീട്ടിലുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചില്ല, ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേക്കും അമൃത ഞാൻ വിളിച്ചു. എവിടെ നീ ഇപ്പൊ? ഷൂട്ടില്. നിനക്ക് വീട്ടിലല്ലായിരുന്നു നീ? അല്ല ഞാൻ ഷൂട്ടിന് പോകുന്നില്ല രാവിലെ ചേട്ടനോട് പറഞ്ഞേ. ഞാനിവിടെ പറഞ്ഞതുപോലും കേട്ടില്ല. അപ്പൊ അമ്മ എന്നെ വിളിച്ചിട്ട് ചോദിക്കുക സ്വന്തം ഭാര്യയുടെ കാര്യം. അമ്മയുടെ അടുത്ത് തലേ ദിവസം ഞാൻ പറഞ്ഞു അമ്മ നാളെ എനിക്ക് ഷൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മയ്ക്ക് അറിയാം നാളെ ഷൂട്ട് ഉണ്ട് എന്ന്. രാവിലെ ഞാൻ പറഞ്ഞത് കേട്ടില്ല, കേൾക്കാണ്ടങ്ങ് പോയി. ഞാൻ അറിയില്ല ഇവള് ഞാൻ ഫ്ലാറ്റ് ഇരിക്കണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ ഷൂട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഷൂട്ടിലായിരുന്നു ഇവള്. അപ്പൊ ഞാൻ അമ്മ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചതാണ് സ്വന്തം ഭാര്യയുടെ കാര്യമൊന്നും അറിയത്തില്ലല്ലേ എന്ന് ചോദിച്ചു. അല്ല ഇതൊരു ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യം എന്ന് പറയണ്ടേ? എല്ലാ ഭാര്യമാരും പറയുന്നത് എല്ലാ ഭർത്താക്കന്മാരും കേൾക്കാറില്ല. ഇല്ല ഞാൻ പൊതുവേ കേൾക്കുന്നതാണ് ഞാൻ. പക്ഷെ ഞാൻ ഇപ്പൊ കുറച്ച് തിരക്കുകളായതുകൊണ്ട് മാത്രം കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞ പോലും മറന്നു പോവാ. ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ മറന്നു പോവാണ്. അതാണ് ഏറ്റവും സംഭവം. അയ്യോ പാവം, ഞാനൊന്ന് സപ്പോർട്ട് ചെയ്ത് ഇല്ല ഞാൻ കേൾക്കാറില്ല. അതുകൊണ്ട്
അതുകൊണ്ടാണ് നമ്മളുള്ളത് ഓർക്കണല്ലോ അതുകൊണ്ട്. ഇപ്പൊ എന്താ അമൃതയുടെ പാടാത്ത ബാംഗ്ലൂരിൽ ഭയങ്കര എക്സ്ട്രീം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ ചെയ്ത് അല്ലെ, അതിനെക്കാട്ടിലും നെഗറ്റീവ് ആയിട്ട് വേറെ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ? പട്ടുസാരി ചക്രവാത്തിലെ നായികയായിട്ടായിരുന്നു ക്യാരക്ടർ ചെയ്തത്. പട്ടുസാരിയിലെ വില്ലത്തിയായിരുന്നു, സ്നേഹക്കൂടും വില്ലത്തിയായിരുന്നു. അതായത് നമ്മുടെ സാധിക ചെയ്ത് ആ സീരിയലില് അല്ല സ്വാസിക അല്ല സാധിക 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 ചെയ്ത ആ സീരിയലിൽ അതില് വില്ലത്തിയായിരുന്നു. പിന്നെ അതൊരു പോസിറ്റീവ് ക്യാരക്ടറായിട്ട് മാറി. അതായിരുന്നു കുറച്ചും കൂടെ ബ്രേക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. പിന്നീട് അവിടെ നിന്ന് പിന്നെ കൂടുതലും വരുന്നത് നെഗറ്റീവ്സ് ആയിരുന്നു. പിന്നെ തമിഴില് വർക്ക് ചെയ്തു, തമിഴിലും നെഗറ്റീവ്സ് ആണ് ചെയ്തത്. പിന്നെ കുറെ ഒരു 6-7 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ പോസിറ്റീവ് ക്യാരക്ടറിലോട്ട് വന്നത്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടർ പോസിറ്റീവ് ക്യാരക്ടർ. അപ്പൊ ചെയ്യുമ്പോ കൂടുതലും അമൃതയ്ക്ക് ഇഷ്ടം ഏതാണ്? നെഗറ്റീവ് ആണോ? അതിനകത്ത് അഭിനയ സാധ്യത കൂടുതലായിട്ടുണ്ട് അല്ലേ? നമുക്ക് കയ്യിൽ നിന്നിട്ട് പെർഫോം ചെയ്യുന്ന പറഞ്ഞാൽ മറ്റേ ക്യാരക്ടർ അങ്ങനെ അല്ലാന്നല്ല, എനിക്ക് കുറച്ചും കൂടെ കംഫർട്ട്, കുറച്ചും കൂടെ നമ്മുടെ ആക്ടിങ് ലെവൽ കുറച്ച് കൂട്ടാൻ പറ്റുന്നത് ഒക്കെ പഠിക്കാന്നുള്ളതൊക്കെ എനിക്ക് നെഗറ്റീവ് റോളാണ് എനിക്ക് ഇഷ്ടം. ഞാനൊരു ടാസ്ക് തരട്ടെ. ഇഷ്ടമാതാന്ന് പറഞ്ഞില്ലേ, എനിക്ക് നേരിട്ട് കാണാൻ വേണ്ടിട്ടാണ്. ഇപ്പം ഈ ഇന്റർവ്യൂ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ, പ്രശാന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, രാവിലെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ പെട്ടെന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴല്ലേ പറഞ്ഞേ. അപ്പൊ ലൈവായിട്ട് ഒന്നും ഞങ്ങളൊന്ന് കാണട്ടെ, ലൈവായിട്ട്. സത്യം പറഞ്ഞാ ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. നമുക്ക് അങ്ങനെ പറയുമ്പോ ആക്ഷൻ പറയണം. മാത്രമല്ല നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് അഭിനയിക്കാൻ പറ്റില്ല. ക്യാമറ ആണോ പേടി? അതാ നമുക്ക് ഈ ക്യാമറയിൽ വരുമ്പോ നമ്മൾ ആ ഒരു ഇതല്ലല്ലോ, ക്യാമറ ഉണ്ടെന്ന് പോലെ ശ്രദ്ധിക്കാറില്ല. വരുന്ന വഴിക്ക് വണ്ടിയിൽ ക്യാമറ ഇല്ലല്ലോ. നമ്മുടെ സീരിയലില് വില്ലത്തി തരം എങ്ങനെയാണോ ചെയ്യുന്നത് അതാണ് ഇവിടെ കാണേണ്ടത്. പാവമാനത് അതിന് വർക്കുകളുടെ തിരക്കുകളും പ്രഷറും കാരണം ഷൂട്ടിന്റെ കാര്യം ഒന്ന് പറയാൻ വിട്ടുപോയി. അത് പറഞ്ഞപ്പോൾ ആ പട്ടുസാരിയിലെ ആ പട്ടുസാരിയിലെ കൊടും ക്രൂരത അതെങ്ങനെയാണോ ആ ദുഷ്ടമെന്ന് അതിലൊരു എക്സ്ട്രീം എന്ന് പറഞ്ഞത് അതേ രീതിയിലും. പക്ഷെ എന്നിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴല്ലേ പറഞ്ഞത് ഇന്റർവ്യൂ ഉണ്ടെന്ന്? എന്നോട് എന്താ നേരത്തെ പറയാത്ത? മിണ്ടണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ. ഇല്ല, എന്നോട് മിണ്ടണ്ടെന്നാ പറഞ്ഞു. ഞാൻ പാവത്തെ പോലെ എന്നോട് ചോദിക്കും, ഞാൻ തിരിച്ചു മറുപടി പറയണോ? ആണോ? പക്ഷെ എന്നിട്ട് ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ വണ്ടി വെച്ചിട്ട് എന്നോട് പറഞ്ഞു ഇന്ന് ഇന്റർവ്യൂ ഉണ്ടെന്ന്. എന്താ ഇതിനു മുമ്പ് പറയാത്തത്? മറന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇപ്പം നിസാര കാര്യമാണോ? ഞാനിപ്പം ഒരു നല്ല കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വന്നത് കൊണ്ട് എനിക്ക് വരാൻ പറ്റി. ഇങ്ങനെയൊന്നും പറയാം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ വീട്ടില് തന്നെയാണ് ഇത് തന്നെയാണ് വീട്ടിൽ നടക്കുന്നത്. ഇങ്ങനെ സൂചിപ്പിച്ചങ്ങ് വിടും ഞാൻ. ശരി. അപ്പോൾ നമ്മള് സുന്ദരി നീ സുന്ദരി ഞാൻ രണ്ട് ടാസ്കിലേക്ക് പോണു. ഇതാണ് സെഗ്മെന്റ്. രണ്ടുപേർക്കും മലപ്പുറത്തം റൗണ്ട് ആണ് കേട്ടാ. ഉണ്ടാവില്ല. ഇല്ല, നാളെ വെച്ച് നോക്കിയപ്പോ മലപ്പുറത്തും ഇല്ലെന്നാ. 2 പേന വേണോ? 1 പേന? നാളെയോ മലപ്പുറത്തും ഇല്ലതല്ലേ? നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം അതെ, അപ്പൂസ് പറഞ്ഞെന്ന് വെച്ചാൽ അപ്പൂസിന് ഒന്നാമത് കളിപ്പാണ്. ഇത്ര നാളായിട്ട് വർഷങ്ങളായിട്ട് വിളിച്ചിട്ട് വരാതെ. പിന്നെ ഇന്നിപ്പോ ഞങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് എറണാകുളത്ത് നിന്ന് ഞങ്ങൾ ടീം ഫുൾ ഇവിടെ തിരുവനന്തപുരത്തേക്ക് നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് വന്നു. കാശിയെലവ് വേറെ, ഇത്രയും നാളത്തെ നിങ്ങളെ വിളിച്ചോണ്ട് നടന്നതിന്റെ ഇത് വേറെ. തെറ്റിച്ച് കഴിഞ്ഞാൽ 1.5 പനിഷ്മെന്റ് ആയിരിക്കും അപ്പൂസ് തരാൻ പോണേന്ന്. കഴിച്ചിട്ടാ വന്നതൊന്നും വേണ്ടായിരുന്നു. നമുക്ക് നോക്കാം. അപ്പൊ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് റൗണ്ട്. മലപ്പുറത്ത് നോക്കാണ്. കോപ്പി അടിച്ചു എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അപ്പൊ എക്സ്ട്രാ പനിഷ്മെന്റ് ഉണ്ടാവും. 2 പേരും ചോദിക്കുന്നതിന് ഇത്തിരി വലിപ്പത്തിലുള്ള ഉത്തരം വലിപ്പത്തിൽ എഴുതാവോ? നോ ഡിസ്കഷൻ. ഓക്കെ, സ്ട്രേറ്റ് ആയിട്ട് ആൻസർ ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതണ്ട. ജസ്റ്റ് എന്താന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒരു വേർഡ് അക്ഷരത്തെട്ടൊക്കെ നോക്കി എഴുതിക്കണം. എനിക്ക് മലയാളം എഴുതാൻ അറിയില്ല. അയ്യോ, മലയാളം എഴുതി പഠിച്ചാ മറന്നുപോയതാ. ചോദിക്കും ഇംഗ്ലീഷ് അറിയാം. ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ല. മലയാളം എഴുതുമ്പോ തെറ്റിപ്പോന്ന അറിവില്ലാത്തോണ്ടാ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല, മറന്നുപോയി. ഓക്കെ, ശരി. നമ്മൾ ചോദ്യം നമ്പർ 1 കോപ്പി അടിക്കാൻ പാടില്ല. ഓക്കെ, പ്രശാന്ത് ഒരു ദിവസം ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന മൊബൈൽ ഫോൺ ആപ്പ് എന്ത് എളുപ്പല്ലേ? ഓക്കെ, കാണിച്ചോളൂ, നോക്കട്ടെ. 2 പേരുടെ വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം. ഇതെങ്ങനെ ഞാൻ
ഇൻസ്റ്റാഗ്രാം സത്യം ആണോ വാട്സാപ്പ് രണ്ടും മിക്സ് ചെയ്ത് നോക്കാറുണ്ട് അതുകൊണ്ട് പണിഷ്മെന്റ് ഇവക്കല്ലേ പണിഷ്മെന്റ് ഇവളല്ലേ തെറ്റിച്ചേ അമൃതയെ തെറ്റിച്ചേ ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം മറന്നു അയ്യോ പെട്ടി തുറന്നു തരാൻ സമയം എടുക്കുന്നു പെട്ടി തുറന്നോട്ട് അന്നത്തേക്ക് എന്നാ രണ്ടെണ്ണം ഒരുമിച്ച് കൊടുക്കാവോ അടുത്തപടി നിങ്ങൾ രണ്ടുപേരും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച് കൂലംകുശമായി ചിന്തിച്ചെടുത്ത ഒരു ഡിസിഷൻ എപ്പോഴും നമ്മൾ കൂലംകുശമായിട്ട് ചിന്തിച്ചേ അയ്യോ ഒന്നും സംസാരിക്കാൻ പാടില്ല എന്താണെന്ന് വെച്ചാൽ അത് എഴുതിക്കോളാ അപ്പൊ സാർ മിക്കവാറും ചിന്തിച്ചെടുത്ത തീരുമാനം പനിഷ്മെന്റ് വേണം എനിക്ക് ഒന്നും ആലോചിച്ചോട്ടെ ഒറ്റ നിമിഷം അങ്ങനെ അതാണ് സംഭവം എന്തെങ്കിലും ഒന്ന് എഴുതുന്നു ആ ഇവിടെ ഉത്തരം എഴുതി കഴിഞ്ഞു ആശാൻ ഉത്തരം കിട്ടി കുട്ടിക്ക് ഒന്നുമില്ലേ എന്നാ വേണ്ട നമുക്ക് പനിഷ്മെന്റ് ചെയ്യാം സാറല്ലേ വിട്ടേക്കും ഇതെന്താ ലോങ് സെന്റൻസ് ഒന്നും എഴുതണ്ട എന്നെ എന്തെങ്കിലും കുറ്റം പറയുന്നതായിരിക്കും വേർഡ് മാത്രം എഴുതിയിട്ട് ഞങ്ങളോട് പറഞ്ഞാൽ മതി എന്താണ് ഞാൻ നോക്കിക്കോളാം യെസ് എഴുതുന്ന പോലെ ആയിപ്പോലോ നാളെ മുതൽ രാവിലെ നമ്മൾ എഴുന്നേക്കുന്ന ഒരു സംഭവം കൂലംകുശമായിട്ട് ചിന്തിച്ചത് പിന്നെ നമ്മളെപ്പോഴും ചിന്തിക്കുന്നതല്ലേ ജിമ്മിൽ പോകും അങ്ങനെയൊക്കെ ഞങ്ങൾ ചിന്തിച്ചത് അത് അങ്ങനെയാണോ കൂലംകുശത്തിന്റെ അർത്ഥം അത് നടത്തിയും കൂടി എടുക്കണ്ട അത് നടത്തത്തില്ലല്ലോ അങ്ങനെ പറഞ്ഞപ്പോ നടത്താത്ത കാര്യം ഒന്നും ചിന്തിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുക എന്നും രാത്രി കിടക്കുമ്പോ പറയാം രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ജിമ്മിൽ പോകും രാവിലെ എഴുന്നേക്കണം എന്നും രാവിലെ എഴുന്നേക്കണം പത്രയ്ക്ക് നടത്തിയെടുത്ത് അങ്ങനെ അങ്ങനെ ജീവിതത്തിൽ എന്താ ഉള്ളത് നമ്മുടെ അതാ പിന്നെ എന്താ എഴുതുന്നേ കുട്ടിക്കും അമൃത വീണ്ടും രണ്ട് തെറ്റുകൾ ബാക്ക് ടു ബാക്ക് കുട്ടി വരുത്തിയിരിക്കുന്നത് കൊണ്ട് അപ്പോസ് പിന്നെ വലിയ കുട്ടി എന്തൊക്കെ പറഞ്ഞിട്ട് ബാത്റൂമിൽ കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്തത് അപ്പോസ് വളരെ പാവല്ലേ അമൃതയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ട് പാടിക്കൊടുക്കാൻ ഞാനോ ഓ വിഷയായി ഇനി അത് നോക്കി റൊമാൻസ് വരുവോ പാട്ട് പാടാൻ പറ്റുമോ രാക്ഷസി എന്നുള്ള പാട്ട് പാടിയാ ഞാനാണെങ്കിലും അയ്യോ അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ സ്ഥിരം പാടുന്ന പാട്ട് പാട് എപ്പോഴും പാടുന്നതല്ലേ കോപ്പറേറ്റ് ഇല്ല യമുനയാട്ടിലെ പാടിക്കോ അതങ്ങ് പാടുന്നത് യമുനയാട്ടല്ലേ അതേ എപ്പോഴും അറിയത്തുള്ളൂ അതുകൊണ്ട് അതാ പാടുന്നത് അല്ല ഞാൻ വേറെ പാടും എന്റെ കൽവിലെ പാട് അയ്യോ അങ്ങനെയൊന്നും ചോദിച്ചാ അത് തെറ്റായിരിക്കും പാടുന്നത് അതുകൊണ്ട് ലിറിക്സ് മൊത്തം മാറും യമുനയാற்றிலே ஈரக்காற்றிலே கண்ணனோடு தானாடு பார்வை பார்த்திட பாதி பூத்திட எங்கும் எங்குமே தேட ഇംഗ്ലീഷ് പോലെയായിട്ടും പറഞ്ഞു പാട്ട് പഠിപ്പിക്കാൻ വിടാൻ പറഞ്ഞു ഞങ്ങളോട് വിട്ടില്ല ഞാൻ വെറുതെ എന്തിനാ അത് പൈസ വിട്ടില്ല ഇതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചോണ്ടാണ് അല്ലാതെ ഇപ്പം ഫുൾ ടൈം ഞാൻ കിച്ചണൊക്കെ ചെയ്യുന്ന സമയത്ത് പാടാറുണ്ട് എപ്പോഴും മൂളിക്കൊണ്ട് നടക്കുന്ന പാട്ട് പെട്ടെന്ന് ചോദിക്കുമ്പോ നമ്മൾ ഒന്ന് സ്റ്റക്കായി പോകും അതെ അതെ കുട്ടി നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ ഡാൻസ് കളിക്കും പാട്ട് പാടും ആർട്ട് വർക്ക് ചെയ്യും ബോട്ടിൽ ആർട്ട് എല്ലാ പടം വരയ്ക്കും എല്ലാം ചെയ്യും മൊത്തത്തിൽ കലാകാരിയാണല്ലേ അതെ അതെ എന്നിട്ട് ആ കുപ്പി കൊണ്ടുവന്ന് കളയും ചെയ്യും ഈ കുപ്പി മേടിച്ചു കൊടുക്കാൻ ഞാൻ മാറിപ്പോയി നിന്ന് കുപ്പി മേടിച്ച് ബിവറേജ് പോയി ആൾക്കാരെ കാണുമ്പോഴേക്കും ഞാൻ മദ്യപിക്കുമെന്ന് വിചാരിക്കും എന്നിട്ട് അത് വാങ്ങിച്ചിട്ട് വന്ന സാധനം കമ്പത്തി കളയും എന്നിട്ട് ആ കുപ്പി എടുത്ത് കുട്ടിക്ക് പടം വരയ്ക്കാൻ കൊടുക്കും ഞാൻ മദ്യപിക്കത്തില്ല ചേട്ടൻ കുടിക്കില്ലാന്ന് തെരിയിക്കാൻ വേണ്ടി അല്ല ഞാൻ മദ്യപിക്കുന്നില്ല ഞാൻ കള്ളുടിക്കുമെന്ന് മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം ഓക്കെ ശരി എല്ലാം മനസ്സിലായി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ഈ അങ്ങനെ മദ്യപാനിയല്ല കേട്ടോ അല്ല ശരി ഓ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്നു ഉള്ളത് പറയണമല്ലോ അപ്പം മദ്യപാനം മദ്യപിക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത് എവിടെ നിർത്തണം എന്നുള്ളൊരു കൺട്രോൾ നമ്മളതിൽ ഉണ്ടായാൽ നമ്മൾ സേഫ് ആണ് അതുണ്ട് പ്രാക്ടിക്കലാണ് ഓക്കെ ഈ ഓണത്തിന് അമൃത പ്രശാന്തിനോട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആവശ്യപ്പെട്ടാൽ അത് എന്തായിരിക്കും ഓണത്തിനാ ഇപ്പഴേ തുടങ്ങി കാണും പക്ഷെ അത് ആലോചിച്ച് നോക്കി ചേട്ടാ എനിക്ക് ഇത് വാങ്ങിത്തരണം അത് വാങ്ങിത്തരണം എന്തെങ്കിലും മേടിച്ചു തരണം അങ്ങനെയാണോ ഈ ഓണത്തിന് അമൃത പ്രശാന്തിനോട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആവശ്യപ്പെട്ടാൽ അതെന്തായിരിക്കും ആവശ്യപ്പെടാൻ പോകുന്ന ഗിഫ്റ്റ് എന്താണ് മോനെ കോപ്പി അടിക്കുന്നുണ്ടോ നോക്കി എഴുതുക സ്കൂളിൽ പോയപ്പോഴും ഇത് തന്നെയായിരുന്നു ഇപ്പോഴും ബോർഡ് കിട്ടിയ സ്കൂളിലത്തെ അതേ അവസ്ഥ തന്നെ വരും അല്ലേ ഒത്തിരി ഉണ്ടോ ആവശ്യപ്പെടുന്നുണ്ടോ ഈ കുട്ടി കോപ്പി അടിച്ച എന്തായാലും ഞാൻ കണ്ടു ഇല്ല ഞാൻ ചെറിയ പനിഷ്മെന്റ് വേണം കുട്ടി കോപ്പി അടിച്ചു ഞാൻ എഴുതിയ സാരി
എന്താ എഴുതിയേക്കുന്നത്? എന്തെന്നാ? വീതിയുള്ള കരയുള്ള കസവ് സാരി. കസവ് കര, കസവ് കരയുള്ള സാരി. സാരി. ഞാൻ സാരി എഴുതിയത്. അത് കണ്ടിട്ട് എഴുതിയതാ. ഇല്ല ഞാൻ സത്യമായിട്ട് ഞാൻ കണ്ടില്ല. കാരണം എനിക്ക് കാണാൻ ഇല്ല. അവള് ആദ്യമേ വീതി എന്നുള്ളതൊക്കെ എവിടെ കാണാൻ, ഞാൻ ആദ്യത്തെ മാത്രം നോക്കുള്ളൂ. എനിക്കൊന്നും മനസ്സിലായില്ല. എഴുതിയ ഇവിടുന്ന് കാണത്തില്ല, എനിക്ക് കാഴ്ചക്കുറവുണ്ട്. ഇല്ല ഞാൻ ഇല്ല വിശ്വസിക്കില്ല. ദൈവസത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സത്യമായിട്ട് ഇല്ല. ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇവള് ഈ ഇപ്പോഴും ഒരു പ്രോഗ്രാമിന് വേണ്ടി സാരിയുടെ ആയിരിക്കും പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ അത് തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. സാരി ആയിരിക്കും. എന്റെ പാവം മനസ്സായതുകൊണ്ട് ഞാൻ അങ്ങ് അലിഞ്ഞു തന്നിരിക്കുന്നു. ഓക്കെ, അടുത്ത ഇല്ല ഞാൻ ഇനി ഞാൻ നോക്കത്തില്ല. അപ്പൊ സത്യമായിട്ട് ഞാൻ നോക്കത്തില്ല. ഓക്കെ, റിയൽ ലൈഫിൽ അമൃത ഏറ്റവും കൂടുതൽ പിടിവാശി പിടിക്കുന്നത് എന്ത് കാര്യത്തിനായിരിക്കും? ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ത് എഴുതി പോലെ ഒറ്റ എഴുത എന്റെ അറിവിൽ അതാണെന്ന് തോന്നുന്നു. പക്ഷെ അവളെ എസ്സേ പോലെ എന്തായാലും കുഴപ്പമില്ല. അവിടെ എസ് ആന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മോനെ പാരഗ്രാഫ് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് എഴുതട്ടെ. ഓർമ്മ എഴുതിയാൽ മതി തൽക്കാലത്തേക്ക്. നോക്കട്ടെ. ഞാൻ ഫുഡെന്ന് എഴുതിയേക്കുന്നേ. ഇതെന്താ എഴുതിയേക്കുന്നത്? ഫോണ് മാറ്റി വെക്കാം. ഫോണോ? ഓ, ഫുൾ ടൈം ഫോണില്ല. അത് തിരക്കിലാണ്, ബിസിയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ അല്ല ചോദ്യം അങ്ങനെ ആയിരുന്നു. അതല്ല, റിയൽ ലൈഫിൽ അമൃത ഏറ്റവും കൂടുതൽ പിടിവാശി പിടിക്കുന്നത് എന്ത് കാര്യത്തിനാണ്? ഓക്കെ, ഞാൻ വിചാരിച്ചു ഫുഡിന്റെ. അല്ല, എല്ലാം ഇത് തന്നെയാണ്. ഉത്തരം തെറ്റി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് കൊടുക്കാം. 4 ഒന്നേ തെറ്റിച്ചു. അത് കുഴപ്പമില്ല, പണിഷ്മെന്റ് കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, സമയം കളയുന്നൊന്നും ചെയ്യരുത്. പെട്ടെന്ന് ഞാൻ കൈ കൊട്ടുന്ന സെക്കൻഡിനുള്ളിൽ അമൃത അഭിനയിച്ച 6 സീരിയലിന്റെ പേര് പെട്ടെന്ന് പറഞ്ഞേ. ഓട്ടോഗ്രാഫ്, പാടാത്ത വൈകിളി, പട്ടുസാരി, പവിത്രോ അല്ല പേര് പറഞ്ഞേ, സുഗമോദേവി, വിഷയായല്ലോ. എത്ര ഇപ്പൊ നമ്മള് 4 ആയിട്ടുള്ളൂ. പിന്നെ കാർത്തിക ദീപം. ഞാൻ നിങ്ങളോട് പറയും. ഒന്നേതാ? 6 വേണം. അപ്പോൾ അത്രയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കണ്ടുകൊണ്ടേ കറക്റ്റ് പറഞ്ഞു, ആള് പറഞ്ഞു. അല്ല, ഒത്തിരി സീൽ ചെയ്തോണ്ടേ 10-32 സീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലെല്ലാം കൂടി പറയാൻ ബുദ്ധിമുട്ടാണ്. അതിൽ ചൂസ് ചെയ്തിട്ട് എടുത്തതാ. അതെ കുട്ടികൾ, അടുത്ത ചോദ്യം. ബ്രേക്ക്ഫാസ്റ്റിന് വിഭവം പുട്ടാണെങ്കിൽ പ്രശാന്ത് ചൂസ് ചെയ്യുന്ന കറി എന്തായിരിക്കും? അപ്പൂസ് നോക്കി നിങ്ങളെ പാവം എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ സേഫ് സോണിൽ വെച്ചോണ്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തൊരു സന്തോഷം. കറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. പുട്ടിനോട് എന്താ ഇഷ്ടം? എന്തൊരു മനപ്പൊരുത്തം. പുട്ട് ഇഷ്ടമേ ഇല്ലേ? ആണോ? ഏറ്റവും ഇഷ്ടമുള്ള എന്താ? ചപ്പാത്തിയും തക്കാളിക്കറി. ആണോ? എനിക്കും ഇഷ്ടം ചപ്പാത്തി ടൊമാറ്റോ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റിനല്ല, ഞങ്ങള് ഡിന്നറിനാണ് കഴിക്കുന്നത്. 2-3 നേരം കൊടുത്താലും കഴിച്ചോളൂ. ഓക്കെ, ഓവർ ടു അടുത്ത ചോദ്യം. അല്ല, ജയിച്ചതിന് മാർക്കൊന്നുമില്ല. ജയിച്ചതൊന്നുമില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത്. നിങ്ങൾ രണ്ടുപേരും ഒരേ കാര്യം ഒരേ സമയം ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ അതെന്തായിരിക്കും? സത്യമേ നമുക്ക് അറിയേണ്ട കാര്യമുള്ളൂ. സത്യം മാത്രമേ പറയാവുള്ളൂ. ഞാൻ ഒറ്റവാക്കിൽ എഴുതിയിട്ടുണ്ട്. എഴുതി? ഓക്കെ, കാണിച്ചോ. ഞാൻ ഒറ്റവാക്കിലാണ് എഴുതിയത്. ഒറ്റവാക്കിൽ എഴുതിയാൽ മതി. സിനിമ ഞാൻ എഴുതിയത്. സിനിമ, ക്യാഷ്, അവൾ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ച സിനിമയ്ക്ക് വേണ്ടിയുള്ള ക്യാഷ്. അത് നമുക്കിപ്പോ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? എന്തായിരിക്കും? ഓക്കെ, ശരി. ഓക്കെ, ശരി, സമ്മതിച്ചു. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. നിങ്ങൾ രണ്ടുപേരിൽ ആരായിരിക്കും ബിഗ് ബോസ് പോലൊരു ഷോയ്ക്ക് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ആള്? പ്രശാന്ത് പോയ കൈയടിച്ച് ഫാൻസ് അസോസിയേഷനൊക്കെ ഉണ്ടാക്കി തിരിച്ചു വരുമ്പോൾ സ്കൂളിൽ പോകുന്ന പോലെ ഇവിടുന്ന് ബാഗ് കെട്ടിപ്പോകുന്ന രസമായിരിക്കും. മതി എഴുതിയത്. എന്താണ് ഇത്രമാത്രം എഴുതണേ? ഏറ്റവും വലിയ കോമഡി. അതുകൊണ്ട് നല്ല ചോദ്യം. രണ്ടുപേരും അല്ല എന്നുള്ള രീതിയിൽ ഞാൻ എഴുതിയത്. ഞാൻ രണ്ടുപേരും പോകില്ല, ചേട്ടനെ ഞാൻ വിടത്തൂല. അപ്പൊ അതാണ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഞാൻ ഇന്നാളെ പറഞ്ഞു ഇങ്ങനെ ബിഗ് ബോസിന്റെ സംഭവം ഉണ്ട്. ഇങ്ങനെ ഞാനിപ്പോ ആദ്യം സസ്നേഹത്തിന് സമയത്ത് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ നോക്കിയാലോ, ഇങ്ങനെ അന്നിങ്ങനെ ചെറിയൊരു ഇതുണ്ടായിരുന്നു പോകാൻ വേണ്ടിയുള്ളത്. അപ്പൊ അമൃത പറഞ്ഞു വിടത്തില്ല, എനിക്കറിയാം നിങ്ങളുടെ സ്വഭാവം, ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞു. കൃഷ്ണന്റെ അടുത്ത് എല്ലാ രാധന്മാരും ഉണ്ടായിരിക്കും. അങ്ങനെയാണ് അവള് പറഞ്ഞത്. എനിക്ക് എന്തോ വീട്ടിലിരുന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആ കരയാതിരിക്കുന്നതിന് ഞാൻ നോക്കിയാ പോരെ. അങ്ങനെയല്ല, ഞാൻ അഭിനയിക്കാൻ വിടുന്നു.
അങ്ങനെയൊന്നുമില്ല. അങ്ങനല്ല, ഞാൻ എല്ലാവരും ഭയങ്കര കമ്പനി ആയതുകൊണ്ട് അങ്ങനെ നടക്കും. അങ്ങനെയാണ്, കമ്പനിയാണ്. പിന്നെ പക്ഷേ ചേട്ടന്റെ ദേഷ്യപ്പെടുമായിരിക്കും. സ്വഭാവത്തിന് എല്ലാവരും അടുക്കും. അത് തന്നെയല്ലേ ഞാൻ കുറച്ച് മുന്നേ ചോദിച്ചത്, പെൺകുട്ടികൾ പെട്ടെന്ന് അടുക്കില്ലേന്ന് ഇദ്ദേഹത്തിനോട്. നല്ല ആമ്പിളാറുള്ളപ്പോ എന്നെ എന്തിനാന്ന് നോക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത്. അല്ല, നല്ല ആമ്പിളെന്നല്ല, ചേട്ടൻ നല്ല ക്യാരക്ടറാണ്. ചേട്ടൻ ഭയങ്കര സോഷ്യൽ ആയിട്ട് എല്ലാവരുടെ അടുത്തും എല്ലാ രീതിയിലും സംസാരിക്കുന്ന ഉള്ളത് പറയുന്നത്. നടത്തിക്കോ, കാരണം ഇവിടെ എന്നെ നല്ലത് പറയുന്നുണ്ട്. ഭയങ്കര പെൺകുട്ടികൾക്ക് ഏറ്റവും കംഫർട്ടും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് പ്രശാന്ത്. അപ്പൊ എങ്ങനെ പോരുന്നാലും നമ്മളെ കൂടി നമ്മൾ തന്നെ തോണ്ടണം എന്നുള്ളൊരു ഇതില് ഇതേ ഉള്ളൂ. ഒരു ദിവസം പ്രശാന്ത് പോവാണ്, ഒരു ദിവസം 2 lakhs rupees വീതം തരുമെന്ന് പറഞ്ഞാലും വിടില്ല. ഇല്ല, 5 ലക്ഷം. ഇടയ്ക്ക് എന്തോ ഒരു ഡയലോഗ് അടിച്ചു, ഒരു ദിവസം 5 lakhs rupees. ഇവള് പറഞ്ഞു, ഇവള് പിണങ്ങി പോന്ന് പറഞ്ഞു. നമ്മള് കുഴപ്പമില്ല, പൈസ കിട്ടുമല്ലേ ഇവിടെ, നീ പിണങ്ങി പോയി കുറച്ച് വന്നാ മതി, കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞു. അല്ല, ഞാൻ പോത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ നിന്നാണ്. ആഗ്രഹമുണ്ട്, സീരിയസ് ആയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് പോകാനായിട്ട്. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഫെയിം അല്ല ഞാൻ നോക്കുന്നത്, ക്യാഷ് കിട്ടുന്ന ഞാൻ പറഞ്ഞു. ക്യാഷ് കിട്ടുന്നോണ്ട് പോകും. ക്യാഷ് ഉണ്ടെങ്കിൽ മോനെ, നമ്മുടെ ഒരു വ്യക്തിത്വം വെച്ചിട്ടാണ് നമ്മൾ അതിൽ നിൽക്കുന്നത് തന്നെ. നമ്മുടെ അല്ല, കുറ്റം പറയുന്നതല്ല, അത് തന്നെയാണ് അവരുടെ മാർക്കറ്റിംഗ്. കുറ്റം പറഞ്ഞതല്ല. നമ്മൾ ചിലപ്പോ എന്തായാലും നമ്മുടെ സ്വഭാവം കാണിച്ചു. ചിലപ്പോ ഞാൻ ചിലപ്പോൾ നല്ലതായിട്ട് ദേഷ്യപ്പെടും. അപ്പൊ നമ്മൾ എന്തിനാ വെറുതെ ദേഷ്യപ്പെട്ട് നമ്മളിത് കാണിച്ചിട്ട് അവിടെ. ഇപ്പൊ ചേട്ടൻ കുറച്ചും കൂടെ ദേഷ്യം കൺട്രോളാണ്. വന്ന സമയത്ത്, കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ദേഷ്യം ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ചേട്ടന് ന്യായമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ വേറെ ആളെയൊന്നും നോക്കത്തില്ല. അമൃത വന്നതിന് ശേഷമാണ് ദേഷ്യമൊക്കെ ഒന്ന് കുറഞ്ഞത്. ഇല്ല, അമ്മയോട് പറഞ്ഞു അവനെ ദേഷ്യം പിടിപ്പിക്കലെന്ന് പറഞ്ഞിട്ടുള്ളൂ. ചേട്ടമ്മ എന്റെ അടുത്ത് ഒരേ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, ദേഷ്യം വന്നാൽ മോൻ വിഷമാണ്. ശരി, ഓക്കെ. അടുത്ത ചോദ്യം. അമൃതയ്ക്ക് ഏറ്റവും കൂടുതൽ തവണ കാണാൻ ഇഷ്ടം ഏത് താരത്തിന്റെ സിനിമയാണ്? പേര് ദൈവം ഇതായിരിക്കണേ. ദൈവമേ, കറക്റ്റ് ആൻസർ ആയിരിക്കണേ. എഴുതിയോ? കാണിച്ചേ. വിജയ് സേതുപതി. വിജയ് സേതുപതി എന്താണ് അങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചത്. ഞാൻ മഹേഷ് ബാബു. അതുകൊണ്ട് പക്ഷെ ഞാൻ വിജയ് സേതുപതി, മഹേഷ് ബാബു. നിങ്ങൾ കോംപ്രമൈസ് ചെയ്യല്ലേ? പനിഷ്മെന്റ് ആണ്. പാടാത്ത പൈങ്കിളി എന്ന സീരിയലിൽ അമൃത അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര്? അവക്ക് പറയത്തില്ലായിരിക്കും, അതാ കോമഡി. ഒരു മിനിറ്റ് കട്ട് ചെയ്യുക. രജനി ആണോ മോളെ? അപ്പൊ അടുത്ത പനിഷ്മെന്റ് അമൃതയ്ക്ക്. എഴുതിയില്ല, കുട്ടിക്ക് ഉത്തരം അറിയില്ല. രജനി അതറിയില്ലെന്ന്, സ്വന്തം ക്യാരക്ടർ ആണെങ്കിൽ പോലും അറിയില്ല. അതെ, രജനി. അല്ല, മെല്ലാൻഡിന്റെ പ്രോജക്റ്റ് എല്ലാം ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാ ക്യാരക്ടറും ഇങ്ങനെ തലയിൽ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. ഇത് സുമതിയുടെ ക്യാരക്ടറാണോ? അതാ ഈ രജനി. ഒരു നിമിഷം തെറ്റി പോയി, ഗൂഗിൾ ചെയ്തോട്ടെ. ഞാൻ രജനി. അതെ അതെ, എഴുതാനേ അറിയില്ലെന്ന്, പേരറിയില്ല. അവളുടെ പേയ്മെന്റ് കുറയ്ക്കാൻ പറയാ, അതിനകത്ത് ചെയ്ത ക്യാരക്ടർ പോലും അറിയാതെ അഭിനയിച്ചത്. അതെ, ക്യാരക്ടറിന്റെ പേര് പോലും അറിയാൻ വയ്യത് നാണമുണ്ടോ? ആ ഡയലോഗ് മാത്രമേ ഉള്ളൂ, എന്റെ പേര് പോലും ആരും വിളിക്കുന്നില്ല. രണ്ടുപേരും നമ്മുടെ എപ്പിസോഡ് എഴുതി കഴിയുമ്പോഴത്തേക്ക് 50 തവണ പനിഷ്മെന്റ് എത്തിയിട്ട് പോയാൽ മതി. ക്യാരക്ടറിന്റെ പേര് സ്വപ്ന എന്നായിരുന്നു. സ്വപ്ന, ഞാൻ ഓർത്തു, ഞാനത് ഡ്രീം എന്നെ മനസ്സിൽ വന്നു. 50 തവണ രണ്ടുപേരെ കൊണ്ട് എഴുതിപ്പിക്കും. വേണ്ട, നമുക്ക് പ്രോഗ്രാം കഴിഞ്ഞിട്ട് എഴുതാം. അയ്യോ, പെട്ടല്ലോ മോനെ. എന്തുവാ അടുത്ത പനിഷ്മെന്റ്? വീണ്ടും ഉത്തരം പറയാത്തതിന് പ്രശാന്തിനുള്ള പനിഷ്മെന്റ് വേറെ ഉണ്ട്. അതായത് സ്വപ്നയായിട്ട് ഈ പാടാത്ത പൈങ്കിളിയിൽ വന്നത് അമൃത 3ാമത്തെ ആളാണ്. അതിനു മുമ്പേ 2 സ്വപ്നമാരും ഉണ്ടായിരുന്നു. അതാരൊക്കെയാന്ന് പറയാം. ഒന്ന് അർച്ചന ചേച്ചിയായിരുന്നു, ഒന്ന് ആരാന്ന് അറിയത്തില്ല. അത് തന്നെ എനിക്കും അറിയാം. രണ്ടാമത്തെ ആളല്ലേ? രണ്ടാമത്തെ ആളാണെന്നാണ് തോന്നുന്നത്. അല്ല, 3ാമത്തെയാണ്. ആണോ? രണ്ടാമത്തെ അർച്ചന, ഒന്നാമത്തെ പ്രീത. ഇല്ല, പ്രീത ചേച്ചിയുടെ കാര്യം എനിക്കറിയില്ല. അർച്ചന അറിയത്തുള്ളൂ നമുക്ക്. അങ്ങനെ ഈ കുട്ടികൾക്കൊന്നും അറിയില്ല. പ്രീതയാണ് ആദ്യം. കുട്ടികളല്ലേ, ഒന്നുകൂടെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ. ടീ, കോഫി, ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ടീ, ഇവയിൽ ഏതായിരിക്കും അമൃതയ്ക്ക് കൂടുതൽ ഓർഡർ ചെയ്യാൻ സാധ്യത? അമൃതയ്ക്ക് കൂടുതൽ ഇഷ്ടം? പെട്ടെന്ന് മതി, എഴുതിയത് മതി. ടൈം ഓവർ, കഴിഞ്ഞു. കാണിച്ച് നല്ലൊരു അബദ്ധം പറ്റിപ്പോയി. വേണ്ട, പറ്റൂല, വേട്ടാ സമ്മതിക്കും. ഞാന് കോഫിന്ന് എഴുതിയിട്ടുണ്ട്, മിൽക്കെന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ എപ്പോഴും ബ്ലാക്ക് ടീ ആയിരിക്കും ഓർഡർ ചെയ്യുന്നത്. അപ്പോസ്
അടുത്ത പനിഷ്മെന്റ് ഞാൻ എന്റെ കാര്യം ഓർത്തോണ്ട് എഴുതി പോയതാ. പാല് ചേട്ടനാണ് കുടിക്കുക, അയ്യോ കോഫി ചേട്ടനാ കുടിക്കുക. കുഞ്ഞു കുട്ടിയല്ലേ? ഞാൻ ലൊക്കേഷനും പാലാ പിടിക്കുന്നത്. ഞാൻ പാല് കുടിക്കില്ല. വെരി നൈസ്. കോഫി ഞാൻ വല്ലപ്പോഴും കുടിക്കാറുള്ളൂ. ട്രെയിനിൽ പോകുമ്പോൾ ഒരു കോഫി അത് മാത്രമേ ഓക്കെ ബ്ലാക്ക് ടീ ആണ് മെയിൻ. ഓക്കെ ശരി, ഇതും വിട്ട് കൊടുത്തിരിക്കുന്നു. അടുത്ത പണിഷ്മെന്റ് ആണ് കേട്ടാ. ലാസ്റ്റ് കൊടുക്കാം അടുത്തും കൂടെ. ഞങ്ങൾ ഇത്തരം പ്രതീക്ഷയിൽ ഇങ്ങനെ മനപ്പുറത്തുണ്ടായിരിക്കും ഞങ്ങൾ പ്രതീക്ഷയില്ല. അതല്ലേ തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ ഒന്നും കാണത്തില്ല. ഓക്കെ റെഡി. ഒരു വെക്കേഷൻ കിട്ടിയാൽ ഏത് രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യാനാകും അമൃത ആഗ്രഹിക്കുക? ഏത് രാജ്യത്തേക്ക്? ഏത് രാജ്യത്തേക്ക് പോവാനാണ് ഇപ്പൊ ഒരു വെക്കേഷന് നമുക്ക് പോവാന്ന് പറഞ്ഞാൽ അമൃത പറയുന്നത്? ഏതാ നീ പറഞ്ഞേ? ചുമ്മാ എഴുതാ. ഈശ്വര, ഓക്കെ, ഇവിടെയെങ്കിലും ലഡു ഒരുമിച്ച് പൊട്ടനെ ഇല്ലേ? കാണിച്ചേ, കുട്ടി എഴുതി കഴിഞ്ഞു. ദുബായ്. സമാധാനം. പ്രശാന്തിന്റെ സ്കൂൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു സുഹൃത്തിന്റെ പേര്? സ്കൂളിൽ പഠിക്കുമല്ലേ? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ഈശ്വര, ഇൻഫ്ലുവൻസ് ചേട്ടന്റെ കൂട്ടുകാരന്മാരെ എന്നെ കൊല്ലുമല്ലോ. എല്ലാം പേര് പേപ്പർ തെയ്യോ ഇല്ല. ഒരാളുടെ എഴുത്. ഒരാളുടെ എഴുതിയിട്ടുണ്ട്, ഞാൻ എന്റെ ഒരു ഫ്രണ്ടാണ്, അവന്റെ പേര് എഴുതിയിട്ടുണ്ട്. അവർക്ക് അറിയാം, പക്ഷെ പേരൊക്കെ ക്ലൂ തന്നിട്ട് എഴുതിയിട്ടില്ല. അപ്പൊ എന്താ പേര്? ഞാൻ ശരവിന്ദ് എഴുതി സ്കൂളിൽ പഠിക്കുമ്പോ. ഒക്കെ അറിയില്ല. എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് 3-4 പേരുടെ പേര്. പിന്നെ അതിനുശേഷം സച്ചു എന്നൊക്കെ പറഞ്ഞ ഫ്രണ്ട്സ് ഒക്കെ. പിന്നെ അജോയാണ് കൂടുതൽ, ഞാൻ കൂടുതലും കേട്ടിട്ടുള്ളത് അജോ ആണ്. ഓക്കെ ഓക്കെ കഴിഞ്ഞു. എന്തായാലും സുന്ദരിയും നീയും സുന്ദരി ഞാനും ഇത്രയും മനപ്പുറത്തുമില്ലാത്ത ഒരു കപ്പിളിനെ ഞങ്ങൾ ഉണ്ടുണ്ട്. വേറെ ഏതോ ഒരു കപ്പിളിനെ ഇതുപോലെ തന്നെ 1-2 ആകെ ശരിയായിട്ടുള്ളൂ. നമ്മളെ ലൈഫിലാണ് പൊരുത്തം വേണ്ടത്. അപ്പൊ എന്തായാലും ഇത്ര നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു കപ്പിളിനെ നമ്മൾ അടുത്തൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല, ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നേരത്തെ സുന്ദരി നോക്കിയിട്ടുണ്ടല്ലോ. അല്ല എന്തായാലും വളരെ രസമായിരുന്നു. നമ്മുടെ പ്രോഗ്രാമിൽ വരുന്ന എല്ലാ സുന്ദരി സുന്ദരന്മാരും ഇതേപോലെ തന്നെ വളരെ ലൈവ്ലി ആണ്, വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഭയങ്കര രസമാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ. ഇത്രയും നാളും നിങ്ങൾ എന്തുകൊണ്ട് വൈകി എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. അതെ, അതുകൊണ്ട് ഞാൻ അങ്ങ് കൺക്ലൂഡ് ചെയ്യട്ടെ. See you next time. Well, thank you for your time. Wishing all the best. Thank you. Thank you so much.